ഹേ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പം നീറ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിനകത്ത് കെമിസ്ട്രി ബയോളജി ഓക്കെ പഠിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഫിസിക്സ് മാത്രം അങ്ങോട്ട് കയറി വരാൻ പറ്റുന്നില്ല. ഫിസിക്സ് അങ്ങോട്ട് പഠിച്ചിട്ട് ശരിയാവുന്നില്ല, മാർക്ക് ഇമ്പ്രൂവ് ആവുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ, ഫിസിക്സ് എങ്ങനെ ഈസി ആക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണെന്നറിയോ, ഈ മൈൻഡ് സെറ്റ് അങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ്. അതായത് പലരും ഫിസിക്സ് പഠിക്കാനിരിക്കുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റൂല, ഇത് പഠിച്ചിട്ട് മനസ്സിലാവില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടൂല, അങ്ങനെ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടെ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്താൽ നമുക്കൊന്നും നടക്കൂല, ശരിയാവില്ല. നമുക്ക് ഇത് പഠിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചാൽ പഠിക്കാൻ പറ്റൂല, ഈ ക്വസ്റ്റ്യൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് അതിൻ്റെ ആൻസർ എത്ര ചെയ്താലും കിട്ടൂല, ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം മൈൻഡ് സെറ്റ് അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടെ യെസ് എനിക്കിത് ചെയ്യാൻ പറ്റും. ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്തും നല്ല ഇൻട്രസ്റ്റോട് കൂടെ കേൾക്കാം. ഇപ്പോൾ ഫിസിക്സിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക, നല്ല ഇൻട്രസ്റ്റോട് കൂടെ പഠിക്കാം. അപ്പോൾ നമുക്ക് തന്നെ ഫിസിക്സിനോടൊരു ഇഷ്ടം തോന്നും. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പം ഞാനിത് എങ്ങനെയെങ്കിലും ചെയ്തെടുക്കും നമ്മൾ കോൺഫിഡൻറ്റോട് കൂടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ആൻസർ കിട്ടുന്ന സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് തന്നെ ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്യാനൊരു താല്പര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫിസിക്സിന് ഒരു നല്ല രീതിയിൽ തന്നെ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തന്നെ താനേ മാർക്ക് ഇമ്പ്രൂവ് ആയിക്കോളും. ഒരു ടോപ്പിക്ക് നമ്മൾ ലെക്ചർ ക്ലാസ് കേട്ടിട്ടല്ലേ പഠിക്കുക. അപ്പോൾ ആ ക്ലാസ് പാസീവായിട്ടാണ് പലരും കേൾക്കുക. അതങ്ങനെ കേട്ടു പോകുന്നുണ്ട്, ലെക്ചർ നോട്ട് എഴുതുന്നുണ്ട്, എന്നിട്ട് പിന്നെ പഠിക്കാൻ ഇരിക്കുമ്പം ഈ 1 മണിക്കൂർ കഴിഞ്ഞ ക്ലാസ് 2-3 മണിക്കൂർ എടുത്തിട്ട് ആ നോട്ട് വായിക്കുന്നതും പഠിക്കുന്നതും. അപ്പോൾ ആ രീതിയൊക്കെ മാറ്റി നല്ല ആക്റ്റീവായിട്ട് ക്ലാസ്സിലിരിക്കുക, ഓരോ കോൺസെപ്റ്റ് നല്ല രീതിക്ക് മനസ്സിലാക്കുക, ഡൗട്ടുള്ളത് അപ്പം തന്നെ ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ആക്കി ക്ലാസ്സിൽ തന്നെ സെൽഫ് സ്റ്റഡി കൊണ്ടുപോവുക. എല്ലാം അങ്ങനെ പിന്നീട് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാതെ ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ ഓരോ കോൺസെപ്റ്റ് ടീച്ചേഴ്സ് പറഞ്ഞു തരുമ്പോൾ നല്ല വൃത്തിക്ക് അത് മനസ്സിലാക്കി അപ്പം തന്നെ കോൺസെപ്റ്റ് പഠിച്ചു പോവാം. എന്നാൽ അതൊരു മാക്സിമം പോയൊരു 15 മിനിറ്റ് കൊണ്ട് ആ നോട്ടൊന്ന് ജസ്റ്റ് വായിച്ച് പോകാൻ പറ്റും. അത് ക്ലാസ് കഴിഞ്ഞിട്ട് ആ നോട്ട് തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ട് ആ നോട്ടൊന്ന് വേഗം വായിച്ച് പോകാൻ പറ്റും. അന്ന് ചെയ്ത ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതൊന്ന് വേഗം വർക്കൗട്ട് ചെയ്ത് ആ പരിപാടി വേഗം അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും. എന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ടൈം കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അന്ന് തന്നെ അത് പഠിക്കുന്നു, അല്ല ക്ലാസ് കേൾക്കുന്നു, അത് വന്നിട്ട് അതിൻ്റെ നോട്ട് തന്നെ വായിച്ച് പഠിക്കുക, പിറ്റേ ദിവസം ക്ലാസ് കേൾക്കുന്നു, ആ നോട്ട് വായിച്ച് പഠിക്കുക, ഇങ്ങനെ ഫിസിക്സ് പഠിച്ച് നമുക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ കൂടുതൽ ടൈം കൊടുക്കേണ്ടത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൺസെപ്റ്റ് പഠിക്കുന്നത് എവിടുന്ന, തിയറി പഠിക്കേണ്ടത് എവിടുന്ന, അത് ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ട് വരണം. എന്നിട്ട് ഇവിടുന്ന് അത് ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് നോക്കി പോവുക. ബാക്കിയുള്ള ടൈം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാം. NCERT തന്നെയാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. NCERT എക്സാമ്പിളും എക്സസൈസും ചെയ്യണം. അന്നത്തെ ടോപ്പിക്ക് ഇന്നിപ്പം ആ ചാപ്റ്റർ മൊത്തം ഒന്നും ഒരു ദിവസം എടുക്കൂലല്ലോ, അന്നെടുത്ത ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം എക്സാമ്പിളും എക്സസൈസും അന്ന് തന്നെ കവർ ചെയ്യുക. NCERT വായിക്കുന്നതാണ് നല്ലത്, പക്ഷെ നിങ്ങൾ നോക്ക് ടൈം ഉള്ളതിനനുസരിച്ച്. ഇപ്പം ടൈം അത്ര കിട്ടുന്നില്ല, ക്വസ്റ്റ്യൻ ഒന്നും ചെയ്ത് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ വായിച്ചാൽ നല്ലതാണ്. അപ്പം ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ആ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, MCQ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ബുക്ക് എടുക്കുക, അതിനകത്ത് ആ ടോപ്പിക്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് ചെയ്യുമ്പം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നല്ല വൃത്തിയായിട്ട് തന്നെ ആ ക്വസ്റ്റ്യന് സൊല്യൂഷൻ നോക്കാണ്ട് ചെയ്യുക, ടൈമറൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ അതിനകത്ത് തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ എടുത്തെഴുതുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ റയോട്ടിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, അതിനകത്ത് ഇപ്പോൾ an object is placed at a distance of 10 cm from the mirror എന്ന് തോന്നും. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ u is equal to -10 എടുത്തെഴുതുക. ഇനി a real image is formed at a distance of 20 cm എന്ന് പറയുമ്പോൾ v is equal to -20. എന്നിട്ട് കാണാൻ പറഞ്ഞിട്ടുള്ളത് മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പോൾ m is equal to -v/u എന്നാണ് ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ എടുത്തെഴുതുക, എന്നിട്ട് അത് കണക്ട് ചെയ്യുന്ന ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനിയിപ്പോൾ അത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാണ്ട് തന്നെ ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ആവുക. കാരണം ഈ 2-3 ചാപ്റ്റർ കണക്ട് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ എടുത്തെഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ വായിച്ച് ഇങ്ങനെ എന്താ ചോദിച്ചത്, എന്താ തന്നത്, അങ്ങനെ ആലോചിച്ചിരിക്കേണ്ടി വരും. അപ്പം ചെയ്ത് പ്രാക്ടീസ് ആയി കുറച്ചെത്തുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അതങ്ങ് നടന്നു പോയിക്കോളും. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് കിട്ടും, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് ചെയ്യാൻ പറ്റും. സോ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും.
അപ്പോൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ആയി നോക്കുക. പിന്നെ കാൽക്കുലേഷൻ സ്പീഡ് നല്ലോണം കൂട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാനേ പാടില്ല. മാനുവലായിട്ട് തന്നെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക. ടൈമർ വെച്ച് അങ്ങനെ താനേ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ആയിക്കോളും. അതിനൊന്നും ബേജാറാവണ്ട. ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ചങ്ങോട്ട് എത്തുമ്പോഴത്തേനും നമുക്ക് നല്ല സ്പീഡായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടൈമർ വെക്കുന്നതിൻ്റെ പ്രസക്തി എന്താ വെച്ചാൽ നമ്മളിപ്പം ചെയ്യുമ്പോൾ നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കും ക്വസ്റ്റ്യൻ ചെയ്തു പോകുക. പക്ഷെ എക്സാമിന് അങ്ങനെയല്ലല്ലോ. എക്സാമിന് ടൈം ഉണ്ട്. അപ്പോൾ ആ ടൈം ബൗണ്ടിൽ ചെയ്യണം എന്നുള്ള നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റിയിലല്ലേ ചെയ്യുക. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന എന്താ, ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാകുന്നില്ല, എന്താ കണ്ടുപിടിക്കേണ്ടത്, എന്താ ചോദിച്ചതെന്ന് പോലും നമുക്കാണ് വായിച്ചിട്ട് കിട്ടൂല. സ്പീഡിൽ ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യുന്നതൊക്കെ തെറ്റിപ്പോവുക, നെഗറ്റീവായി പോവാം. അപ്പോൾ എപ്പോഴും ടൈമർ വെച്ച് പോകുമ്പോൾ നമ്മളിങ്ങനെ ആ ഒരു റിലാക്സ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ആവരുത്. നമ്മൾ ടൈമർ വെച്ച് തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ആവാം. അപ്പോഴേ നമുക്ക് എക്സാം ഹാളിലും അതിനൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. ആ ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ക്ലാസ് കണ്ടു വരുന്ന ഉടനെ അന്നത്തെ അത് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യുക, NCERT എക്സാമ്പിളും എക്സസൈസും ചെയ്യുക, ആ ടോപ്പിക്കിൽ MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഫോർമുല ബുക്കും ഷോർട്ട് നോട്ട് ഉണ്ടാക്കലാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്നെങ്കിൽ അന്ന് തന്നെ എഴുതി പോകുക, അല്ലെങ്കിൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയടിക്കിരുന്ന് ഷോർട്ട് നോട്ട് എഴുതുക. എന്താണെങ്കിലും ഷോർട്ട് നോട്ട് മസ്റ്റാണ്. കാരണം ഇനി നമുക്ക് ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്നത് ഷോർട്ട് നോട്ടിലൂടെയാണ്. എന്നും ഇങ്ങനെ ഈ ലെക്ചർ നോട്ട് തന്നെ റിവൈസ് ചെയ്ത് പോലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അത് മെയിനായിട്ട് അതിനകത്ത് വേണ്ടത് എല്ലാ ഫോർമുലാസും വേണം. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവില്ലേ, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. വെറും ഫോർമുല എഴുതുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നന്നാവുക അങ്ങനത്തെ നല്ല നല്ല സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ ഉള്ളതായിരിക്കും. അതായത് ആ ചാപ്റ്റർ നമുക്ക് ഇനി റിവൈസ് ചെയ്യണമെന്ന് തോന്നുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അതിനകത്ത് എഴുതി വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും ഈ ഷോർട്ട് നോട്ട് വെച്ച് അങ്ങനെ ചെയ്താൽ മതി. അതായത് തുടക്കത്തിൽ നമുക്ക് ആ ഫോർമുലാസ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഈ 2-3 ക്വസ്റ്റ്യൻ ഒരു ഫോർമുല വെച്ച് അങ്ങനെ 5-6 ചെയ്ത് പോകുമ്പോൾ താനേ അത് പഠിക്കും. അപ്പോൾ ഈ ഷോർട്ട് നോട്ട് മുന്നിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. അപ്പം ഇത്ര തന്നെയുള്ളൂ വീഡിയോ. ഫൈനലായിട്ട് പറയുന്നു, NCERT വായിക്കണം, NCERT എക്സസൈസും എക്സാമ്പിളും ചെയ്യണം, ഷോർട്ട് നോട്ട് എഴുതുക, ഷോർട്ട് നോട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കുക, മൈൻഡ് സെറ്റ് മാറ്റുക. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നല്ല പോസിറ്റീവായിട്ട് തന്നെ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്യുക. ഓരോ കോൺസെപ്റ്റും ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. അതൊരു എന്താ പറയുക, ഒരു ഇഷ്ടമില്ലാണ്ടൊന്നും ഫിസിക്സിനെ അപ്രോച്ച് ചെയ്യരുത്. നല്ലൊരു ഇൻട്രസ്റ്റിങ്ങോട് കൂടെ ഓരോ ടോപ്പിക്കും പഠിച്ചു പോവുക. ക്വസ്റ്റ്യൻ ചെയ്യൽ നമ്മളിങ്ങനെ ഒരു രസം കയറി കഴിഞ്ഞാൽ ഇപ്പോൾ തുടക്കത്തിൽ നമുക്കൊരു കിട്ടാണ്ടാവുന്ന സമയത്ത് നമുക്ക് ചടച്ചു പോകണത്. ഇതിങ്ങനെ നമ്മൾ തന്നെ ചെയ്ത് കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രസമായിട്ട് തോന്നും. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ ആൻസർ അങ്ങോട്ട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് നമുക്ക് വീണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷനാണ് ആ ഒരു ആൻസർ അങ്ങനെ കിട്ടുമ്പോൾ. അങ്ങനെ ചെയ്ത് പോകുക. ഓവറോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.